ഹലോ ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ചിക്കു ക്യൂട്ട് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ, മറൈൻ മിറാക്കിൾസ്. നമ്മൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര മുണ്ടയിലാട്ടോ നമ്മളുള്ളത്. നമ്മൾ മറൈൻ മിറാക്കിൾ നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളെല്ലാവരും ഉണ്ട്. ചിക്കുവും ലിച്ചുവും ഞാനും അനുവും ഞങ്ങൾ 4 ആളും കൂടെയാണ് വന്നേക്കുന്നത് മറൈൻ മിറാക്കിൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയേ, മത്സ്യകന്യകയാണ് കേട്ടോ അതിൻ്റെ പ്രധാന ആകർഷണം. ചിക്കുവും ലിച്ചുവൊക്കെ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഉണ്ടോ വലിയൊരു പ്രവേശന കവാടത്തിൻ്റെ അവിടെ തന്നെ വലിയൊരു മീനിൻ്റെ ചിത്രമാട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെയാണ് വന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രദർശനം തുടങ്ങുന്നത് ഉച്ച കഴിഞ്ഞ് 4 മണിക്കാണ്. 4 മണി മുതൽ രാത്രി 9:30 വരെ ആട്ടോ സമയം. അപ്പോൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ ചാർജ് ഒരാൾക്ക് 100 രൂപയാണ്. 4 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാനുണ്ട്. അപ്പം ചിക്കോ ലിച്ചൊക്കെ നോക്കി നിൽക്കുകയാണ്. നല്ല കാറ്റുണ്ട് അവിടെ, നല്ല കാറ്റാണ്. തുറന്നിങ്ങനെ കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലേശം മാറി നിന്നതാണ്. അപ്പം ടിക്കറ്റ് എടുക്കണം, ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കണം. നമ്മളും പോയി ടിക്കറ്റ് എടുത്തു. നമ്മളിനി ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ കേട്ടോ. കുഴഞ്ഞപ്പോൾ ഞങ്ങൾ ചിക്കുവിനെ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിലാ മീനിൻ്റെ അതിലെയാണ് പ്രവേശന കവാടത്തിൽ ടിക്കറ്റ് കൊടുത്തു. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടെ കിളിക്കൂടും ഒക്കെ ഇരിക്കുകയാണ്. കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇത്? ഉടുമ്പാന്ന് തോന്നുന്നുണ്ട്. ഉടുമ്പിൻ്റെ പോലെ എന്തോ ഇതാണ്. കിളികള്, ഒരു പക്ഷീനെ അവിടെ കാണുന്നുണ്ട്. തത്തയുടെ പോലെ ഇരിക്കുന്ന എന്തോ ഒരു പക്ഷിയാണ്. പേരൊന്നും നമുക്കറിയില്ല. 2 എമ്മുണ്ട്. 2 എമ്മുണ്ട് അവിടെ. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരെ ചെല്ലുമ്പോഴത്തേക്ക് ഒട്ടകപ്പക്ഷി ഒന്നാ ആണോ അറിയില്ല, ഇങ്ങനെ കാണുക എന്നല്ലാതല്ലേ. അപ്പോൾ അതറിയുന്ന ആരെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യണേ അതെന്താണെന്ന്. എന്തോ തത്തകൾ, വെറൈറ്റി തത്തകൾ. അപ്പം അങ്ങനെ ഉണ്ട്. നീല കിളികൾ പലതരത്തിലുള്ള കളറിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ കുറേ ഉണ്ട് പലതരത്തിലുള്ള പക്ഷികൾ. പിന്നെ ഒരു മരം തന്നെ, കിളിമരം പോലെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ മരങ്ങളാണെന്ന് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കിളികൾ. ഇത് ജീവനുള്ളതാണോ അതോ? അത് പിക്ചറാണ് ആ കാണുന്നത്. താഴെ കൂടെ എല്ലാം കിളികളുണ്ട്. പക്ഷേ ഈ മരത്തിലൊക്കെ കിളികളുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി അതിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പലതരം കളറുകൾ. അത് പക്ഷികളൊക്കെ, ജീവനുള്ള പക്ഷികളൊക്കെ ഈ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ കയറിയിരിക്കും. നിറച്ച് കിളികളുണ്ട്. പല കളറിലുള്ള പക്ഷികളാണ് ഇതിനകത്തുള്ളത്. വൈറ്റ്, ഇതിനകത്ത് പച്ച കിളികളിരിക്കുന്ന വൈറ്റേലായാലും അതിലെല്ലാം ഉണ്ട് കിളികളൊക്കെ. അങ്ങനെ അതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മീനിൻ്റെ മത്സ്യങ്ങൾ ഇഷ്ടം പോലെ പല കളറിലുള്ള പല രീതിയിൽ അക്വേറിയത്തിൽ. അപ്പം ഇങ്ങനെ കണ്ട് അങ്ങോട്ട് നല്ല കളർ, പലതരത്തിൽ. ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ മത്സ്യങ്ങളെ കാണുന്നത്. അക്വേറിയത്തിൽ പല കളർ, റെഡ്, ഗ്രീനായിട്ടും വേറൊരു വേർഷനാണ് ഈ കാണുന്നത്. ടി വിയിലൊക്കെ കാണുന്ന പോലെ നല്ല അടിപൊളിയാണ് കാണാൻ. 100 രൂപ കൊടുത്താലും അതിനുള്ള മുതലുണ്ട് കേട്ടോ.
കാണാൻ നല്ല സംഭവം തന്നെയാണ്. അതെന്താന്ന് നോക്കിക്കേ, എത്ര കളറുകളല്ലേ, പല കളറിലുള്ള ഫിഷുകളും. അതെ വലിയ വലിയ ഫിഷുണ്ട്, അതെ വലിയ ഐറ്റംസ് വലിയ ഐറ്റംസ് മീനുകളും. അതൊക്കെ നമ്മളിങ്ങനെ എത്ര അടുത്ത് വരുമ്പോഴായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് വേറെ കളറ്, പച്ച കളറ്, എന്താ രസം. ആകാശത്തിൽ കൂടി ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നു മീനുകളൊക്കെ. കടലിൽ അക്വേറിയത്തിന് അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, മുകളിൽ കൂടെ പോകുന്ന രീതിക്ക്. നല്ല ഭംഗിയുണ്ട്. എത്രയോ കണക്കിന് മീനുകളുണ്ട് കടലിൻ്റെ അടിയിൽ കൂടി നമ്മൾ ഇതിലൊക്കെ കാണുന്ന മാതിരി അല്ലേ, സിനിമയിലൊക്കെ കാണുന്ന പോലെ. നല്ല അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ മുകളിലേക്കൊക്കെ പോകുന്നു. വലിയ മീനുകളുണ്ട്. പല പല വെറൈറ്റികളാണ് മീനുകൾ. ഇത് കിളിമീൻ്റെ പോലെ ഉള്ളൊരു സൈസ് മീനാണ്. അപ്പം അത് കണ്ട് നമ്മൾ പിന്നെ ഗ്ലാസ് തുരങ്കത്തിനകത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് മീനുകളെ തന്നെയാണ്. നമ്മുടെ മോൾ ഭാഗത്തിൽ കൂടെ ഒക്കെ മീനുകളാണ്. വെള്ളത്തിലിങ്ങനെ മുള്ളു കണ്ടോ, ആ തുരങ്കത്തിനകത്ത് കൂടെ ഒക്കെ മീനുകളാണ്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവം അല്ലേ, നല്ലൊരു വേറെ ലോകത്ത് ചെന്ന പോലെയാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു വലിയൊരു മീൻ. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ ദൂരം. ഈ തുരങ്കം തന്നെ കുറേ അധികം ദൂരമുണ്ട് ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. ഉൾക്കൂടെ എല്ലാം മീനുകളാണ് കാണുന്നത്. കുറച്ചധികം ദൂരമുണ്ട് കാണാൻ. പല വെറൈറ്റി കളറിൽ നല്ല ആയിരക്കണക്കിന് മീനുകൾ, ചെറിയ മീനുകളായാലും മീനുകളുണ്ട്. പല ചിക്കുനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പല കളറിലുള്ള എന്താല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനത്തെ മീനൊക്കെ കാണുന്നത്. കുളിർമഴ എന്ന് പറഞ്ഞ മാതിരി മീൻമഴയാണ് പെയ്യുന്നത്. എന്താ ഭംഗി, എന്തെല്ലാം കളറില്ല, പച്ച, മഞ്ഞ. അത് കഴിഞ്ഞ് നമ്മളിത് മത്സ്യകന്യക, ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് പ്രധാന ആകർഷണം, മത്സ്യകന്യക. ഉണ്ടോ? ചിക്കുന് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തപ്പോഴത്തേനും ചിക്കുനാകെ നാളെ ചിക്കു തിരിഞ്ഞു പോന്നു. ചിക്കന് ഇഷ്ടപ്പെട്ടു, പക്ഷേ നാണം പോലെ ആയിപ്പോയി. ഇതാണ് മത്സ്യകന്യക. തായ്ലൻഡിലെ മത്സ്യകന്യകയാണത്. തായ്ലൻഡുകാരത്തെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെ പറയുന്നത് കേട്ടോ. ചിക്കുവിനൊരു ഫ്ലൈങ് കിസ് കിട്ടിയപ്പോൾ ഞാനും കൂടെ അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവർ കൈ നമുക്കിങ്ങനെ വെച്ച് എനിക്കും തന്നൊരു ഫ്ലൈങ് കിസ്. ചിക്കുവിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ചിക്കു അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത്? ആദ്യത്തെ ഫ്ലൈങ് കിസ് ലിച്ചുവിനും കൈ കൊടുത്തു. അതാണ് മത്സ്യകന്യക. മത്സ്യകന്യകയുടെ പ്രകടനമൊക്കെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്ന്. എന്താല്ലേ, അപ്പോൾ അടുത്തൊരു പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പം കുറേ സ്റ്റാളുകളൊക്കെ, അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഡ്രസ്സ്, പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ.
പിന്നെന്താ എന്തൊരു ഗെയിമില്ലേ, ഗെയിം വീഡിയോ ഗെയിമുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുഡിൻ്റെ ഒരു സ്റ്റാളാണ്. അതവിടെ ഫുഡിൻ്റെ ഒരു സ്റ്റാളുണ്ട്. അത് കഴിഞ്ഞ് ഐസ്ക്രീം, ടീ ഒക്കെ ഉള്ള ചെറിയൊരു സ്റ്റാൾ. ബജി അങ്ങനെയുള്ള. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോകുമ്പോൾ റൈഡുകളാണ് കേട്ടോ കാണുന്നത്. കാർണിവൽ. അവിടെയാണ് റൈഡ് നടക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെന്നതുകൊണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു 6 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മേഘമൊക്കെ ഉരുണ്ട് കൂടുന്നു. മഴ പെയ്യാനങ്ങനെ ആയി തുടങ്ങി. പക്ഷെ അപ്പോഴത്തേക്കിനും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഇതൊക്കെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും മഴ പെയ്തതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാനൊരു താല്പര്യം തോന്നിയില്ല. അപ്പം നമ്മൾ എല്ലാവരും മഴയൊക്കെ പെയ്തപ്പോൾ എല്ലാവരും അതത് കയറി നിൽക്കുകയാണ്. മഴ പെയ്തപ്പോൾ ഒരു സങ്കടമായി. നമ്മൾ റൈഡിലൊക്കെ കയറുന്നത് വിചാരിച്ചാണ് പോയത്. പക്ഷേ എല്ലാവരും മഴയൊക്കെ പെയ്തുകൊണ്ട് സ്റ്റാളിൻ്റെ ഒക്കെ അകത്ത് കയറി അങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോരാനുള്ള തീരുമാനമായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലെ ഇങ്ങനെ വന്ന് ഒന്നും കൂടി ഒന്ന് ചുറ്റി നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോരുകയാണ്. ചിക്കൂലിച്ചൊന്നും പോരണം എന്നുള്ള താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. മഴ പെയ്തപ്പം പിന്നെ നമുക്ക് അവിടെ നിൽക്കാനൊരു മനസ്സ് തോന്നിയില്ല. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ പോകും. പുതിയ ആകാശഊഞ്ഞാല് വെക്കാനുള്ള അതിൻ്റെ കൊട്ടയൊക്കെയാണത്. അത് ഫിറ്റ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. പുറത്തേക്കുള്ള വഴി. നമ്മളതിലെ പുറത്തേക്ക് പോകുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന്. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവിടെ പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വഴിയിലൊന്നും ഈ മഴ ഇല്ലായിരുന്നു കേട്ടോ. അവിടെ ആ പ്രദേശത്ത് മാത്രമേ മഴയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.